തിളച്ച് ഏതാണ്ടൊക്കെ വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കാം. പാല് തിക്കായി തുടങ്ങി. അപ്പോൾ രണ്ടാം പാൽ ഒഴിക്കാൻ നേരെ രണ്ടാം പാൽ ഒഴിക്കാൻ പോവാണ്. രണ്ടാം പാൽ ഒഴിക്കാൻ പോവാണ്. രണ്ടാം പാൽ ഒഴിച്ചു. രണ്ടാം പാൽ ഒഴിച്ചു. ഈ കരിമീനൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടേക്കണ കാരണം മൊത്തത്തിൽ എനിക്ക് ഒരു പിടിക്കും. വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ മുളക് സ്വല്പം ഒരു സ്പൂൺ മുളക് പൊടി, ഒരു കളർ ശക്കലല്ല. ഇതൊന്ന് തിളച്ചു തന്നെ എന്തായാലും തിളക്കട്ടെ അല്ലേ? ഒന്ന് തിളച്ച് പറ്റും. നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ പിന്നെ തിളപ്പിക്കില്ല, വാങ്ങുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ച് ചൂടായി വാങ്ങും. എപ്പോഴും നമ്മൾ കറിയിൽ ലാസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചിട്ട് വാങ്ങും. ഇത് ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, കിളിരൂർ. അപ്പം അച്ഛൻ്റെ അമ്മ തൊട്ടേ നല്ല രീതിയിൽ വീട്ടിലെ പാചകം ചെയ്ത് ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതെ, അച്ഛനും നല്ല രീതിയിൽ കുക്ക് ചെയ്യായിരുന്നു. ഒന്ന് കുറുകി വരുന്നുണ്ട്. അതെ, കരിമീൻ ഒരു 10-15 മിനിറ്റ് വേവേ മാക്സിമം ഉള്ളൂ. ബാക്കി വേറെ എന്തൊക്കെ മീൻ ഉപയോഗിച്ച് ചെയ്യാം? മഞ്ഞക്കൂരി. മഞ്ഞക്കൂരി തേങ്ങാപ്പാലിനകത്ത് പുഴുങ്ങാൻ നല്ല ടേസ്റ്റാണ്. മഞ്ഞക്കൂരി ഇതിന് വരെ കരിമീൻ വരെ മഞ്ഞക്കൂരി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാം എനിക്ക് പൂമീൻ പഴയ കായൽ പൂമീനുണ്ട്. അപ്പം അത് അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. അത് നല്ല ടേസ്റ്റ് കിട്ടുന്ന മീനാണ്. ഇപ്പം മീനെന്നും പോയി കൊണ്ടുവരാണോ അതോ അവരിവിടെ എത്തിക്കുമോ? പോയി കൊണ്ടുവരും. രാവിലെ കോട്ടയത്ത് കൊണ്ടുവരും. കുമരകത്തു നിന്നുള്ള മീൻ രാവിലെ കോട്ടയത്ത് കൊണ്ടുവരും. ഉച്ച കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ കുമരകത്തിന് പോയി എടുക്കും, അല്ലെങ്കിൽ അവരിവിടെ കൊണ്ടുതരും. നമുക്കൊരു 10-40 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് തരുന്നവരാണ്. നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വരികയാണ്. അപ്പോഴേക്കും നമ്മൾ ഒന്നാം പാൽ ഇടാൻ പോവാണ്. ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നും കൂടി ഇളക്കുന്നു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി ഒന്നുമില്ല. കരിവേപ്പില, ഒരു 5-6 കരിവേപ്പില നമ്മളതിൻ്റെ പുറത്തിടാം. തിരുമ്മിടണോ? അപ്പോൾ കരിവേപ്പില ഞാൻ തിരുമ്മി അതൊരു ഷോയ്ക്ക്. ഇതിന് വെളിച്ചെണ്ണ അങ്ങനെ കടുക് പൊട്ടിക്കണ്ട, ഒരു ശക്കലം വെളിച്ചെണ്ണ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളിതിൻ്റെ പ്രത്യേകത നമ്മൾ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കരിമീൻ, മല്ലി അരച്ചത്, ഒന്നാം പാല്, രണ്ടാം പാല്, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ കറിവേപ്പില ഇങ്ങനെ തിരുമ്മിയിട്ട് അങ്ങ് ഇട്ടു. ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും മുളകോ അങ്ങനെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ കരിമീൻ തേങ്ങാപ്പാൽ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയ കരിമീൻ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റം സെറ്റ് ചെയ്യാം. ഇച്ചിരി പച്ചവെളിച്ചെണ്ണ തൂവുന്നുണ്ട്. അപ്പം അത് റെഡി അല്ലേ? അതെ, ഇതങ്ങ് മാറ്റി വയ്ക്കണ്ടേ? അത് മാറ്റി വെച്ചിട്ട് അടുത്ത് സെറ്റ്. അത് നമ്മുടെ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയ കരിമീൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ? കക്കയിറച്ചി ഫ്രൈ പൊളിച്ച്. അപ്പോൾ അത് കക്കയിറച്ചി നല്ല ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അത് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്, അത് കത്തിക്കുകയാണ്. ഉരുളി ഒന്ന് ചൂടാവണം, അതുവരെ ഒന്ന് വെയിറ്റും ചെയ്യണം. അവിടെ മിക്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കറികളുണ്ട് അല്ലേ? ഓക്കെ, അതിന് വേണ്ടത് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, കുത്ത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. എണ്ണ കടുക് എണ്ണ ഉരുളിയിൽ എണ്ണ ഒഴിച്ചു. നല്ല പച്ചവെളിച്ചെണ്ണ നമ്മൾ ആട്ടുന്നതാണ്. ഇത് മേടിക്കുന്നതാണ്. പക്ഷേ നാടനാ ആട്ടി കൊണ്ടുവരുന്ന എണ്ണ. അപ്പം മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ആട്ടുന്ന ചക്കിലാട്ടുന്ന സ്ഥലമുണ്ട്. നമ്മുടെ യൂണിയൻ ക്ലബിൻ്റെ താഴെവശത്ത്. മില്ലിൽ മേടിക്കുന്നതിനേക്കാൾ 10 രൂപ കൂടുതലാണെന്നേ ഉള്ളൂ. നല്ല ശുദ്ധമായ സാധനം കിട്ടും. 10 രൂപ കൂടുതലുണ്ടെന്നുള്ളൂ, പക്ഷെ നല്ല വെളിച്ചെണ്ണ കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കടുകിടാൻ പോവാണ്. കടുക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ കൊത്തി. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടാൻ പോവാണ്. തേങ്ങാക്കൊത്തിട്ടു. ഇളക്കി കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങ കൊത്തിട്ടു. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഒന്നുകൂടെ
നന്നായിരിക്കും. ഏകദേശം ചെറിയൊരു ബ്രൗണിഷ് കളർ വരും. കളർ മാറി. കളർ മാറി, ഇപ്പം കളർ മാറി. സബോള കളർ മാറി. അപ്പോഴത്തേക്കും നമ്മൾ സബോള എടുത്തിടുന്നു. സബോള അതും ആ എണ്ണയെ തന്നെ ഇട്ടൊന്ന് മൂപ്പിക്കുന്നു, വയറ്റുന്നു. അതുപോലെ ഉണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. ഇടാമല്ല, ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇടാം. കുറച്ചിടും. പകുതി നമ്മൾ വാങ്ങാൻ നേരം ഇടുന്നോടെ ഇടട്ടെ. ആ, കുറച്ചിട്ടു. നല്ല കക്ക ഇത് വേവിച്ച് വെച്ചേക്കണം. അതെ, തിളപ്പിച്ച് കക്ക തിളപ്പിച്ച് വെച്ചേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് കക്ക ഇടാൻ പോവാണ്. അപ്പം കക്ക നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വാരി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കാണ്. അത് നമ്മളിങ്ങോട്ട് ഇടുകയാണ്. മുട്ട ഇടാമല്ലോ അല്ലേ? മൊത്തം ഇടാം. മുട്ട ഇട്ടിട്ടുണ്ട്. കക്ക ഇറക്കി ഇത്തിരി വലിയ കക്ക ആട്ടുള്ളൂ. ചിലപ്പോൾ ഇതിലും വലുത് കിട്ടും, ചിലപ്പം ചെറുതായിരിക്കും. അല്ലേ? കക്ക ഇറച്ചി ഇട്ടു. നമുക്ക് മസാല മഞ്ഞപ്പൊടി. ഇനി നമുക്ക് മഞ്ഞപ്പൊടി മസാല ഇടാൻ പോവാണ്. കുറച്ച് മഞ്ഞപ്പൊടി. ഇനി ഉപ്പ്. മഞ്ഞപ്പൊടി ഇട്ടു. ഉപ്പ്, മുളക് പൊടി കളറിനിട്ടാൽ മതി. നമ്മൾ കുരുമുളക് വേണോ? പച്ചമുളകും കുരുമുളകും മുളക് പൊടിയും ചേരുന്നുണ്ടല്ലോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടു, അതേ കുരുമുളക് പൊടി ഇട്ടു. മസാല എന്തൊക്കെയാണ് ഇത്? നമ്മൾ പൊടിപ്പിക്കുന്ന പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ഇതെല്ലാം കൂടി നമ്മൾ തന്നെ ഇട്ടിട്ട് ഇവിടെ പൊടിപ്പിക്കുന്നതാണ്. അതെ, അതും കൂടി ഇട്ടു. ആ മസാല നമ്മൾ പണ്ട് തൊട്ടേ എല്ലാം മുളകും മല്ലിയും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നതല്ലേ. അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താ ആൾക്കാർ ചോദിച്ച് വരുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വറുത്ത് ഗ്രേവി ആയിട്ട് വറുത്തിട്ട് ഗ്രേവിയാണ് എണ്ണയ്ക്കകത്ത് ചെയ്യുന്നത്. പിന്നെ താറാവ് കറി. ഞാൻ അവിടെ ഇടയ്ക്കൊരു ഉരുളി വെക്കി നോക്കിയപ്പോൾ നല്ല എന്താ പറയുക, കറുത്ത് വറുത്തരച്ചത് ആ ഒരു കളറിലൊക്കെ ഇങ്ങനെ കാലൊക്കെ കിടക്കും. ഇത് എത്ര നേരം പിടിക്കും ചേട്ടാ? ഒരു 10 മിനിറ്റ്. ഇളക്കിക്കൊണ്ടിരിക്കണോ അതോ? ഇളക്കണം അല്ലേ? അല്ലേ ഒരു വശം മാത്രമല്ലേ ആവത്തുള്ളൂ. കക്ക പൊട്ടുന്ന ശബ്ദമാണല്ലോ. കക്ക പൊട്ടും. പൊട്ടി നന്നായിട്ട്. ആ കുരുമുളകിന്റെ ആ ഒരു ഇത് കയറി വരുന്നു. കുരുമുളകിന്റെ ആ ഒരു പൊടിയുടെ സ്മെല്ലോ ഫ്ലേവർ. കക്കയിറച്ചി, ചെമ്മീന്, കൊഞ്ചിന്, ഞണ്ടിനൊക്കെ എപ്പോഴും കുരുമുളക് കയറി കിടക്കണം. അല്ലെങ്കിൽ വയറിന് കുഴപ്പമുണ്ടാക്കുന്ന സാധനമാണ് ചെമ്മീനെ, കൊഞ്ചും. തിന്നങ്ങ് ചൂടായി നിൽക്കുകയാണ്. കക്ക റെഡിയായി കിടക്കുകയാണ്. സാധനം റെഡിയായി കിടക്കുകയാണ്. നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയും ഈ ഒരു ചെറിയൊരു തീരങ്ങ് 10 മിനിറ്റ് കിടന്ന കാരണം ഒന്നും കൂടി ഇങ്ങനെ വലിഞ്ഞ് വെള്ളമൊക്കെ വലിഞ്ഞ് എന്നാൽ ഫ്രൈ ആയിട്ട് നിൽക്കും. നമുക്കെന്തായാലും നമ്മുടെ കക്ക നമുക്കുള്ള വിധത്തിലുള്ള കക്ക ആയിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടിയിട്ട് നല്ല ടേസ്റ്റ്. ഞാൻ പിന്നെ നോക്കിക്കോളാം, പിന്നെ പറയാം. അല്ല, ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉപ്പുണ്ട്, ബാക്കി ഞാൻ പറയില്ല. കക്ക വെന്ത് വെക്കുകയാണ്. ഒന്നുകൂടി ട്രൈ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് വാങ്ങി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരിമീൻ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയതും നമ്മുടെ കക്ക ഇറച്ചി ഫ്രൈ ഇത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം തന്നെ ഞാൻ അവിടെ പോയിരിക്കാൻ പോയി ചേട്ടാ. ശശി ഇപ്പം അങ്ങോട്ട് തന്നിട്ട് ശശിയേട്ടൻ വന്നിരിക്കണം. കഴിക്കാനുള്ള നേരമായി. ഇപ്പം അങ്ങോട്ട് പോകും. താങ്ക് യു ചേട്ടാ. അവിടെ കാണാം.